ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. തീർത്ഥം സേവിക്കലും അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയുമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും തന്നെ ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞാൽ ശാന്തിക്കാരൻ തരുന്ന തീർത്ഥവും പ്രസാദവും സ്വീകരിക്കുന്നത് ക്ഷേത്ര ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്താണ് തീർത്ഥത്തിൻ്റെ ആ ഒരു പ്രാധാന്യം? ദേവനെ മന്ത്രപൂർവം അഭിഷേകം ചെയ്ത ജലധാരയാണ് പാത്രത്തിൽ തീർത്ഥമായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ മഹാത്മ്യം 2 തരത്തിലാണ് ഉള്ളത്. ദേവശരീര സ്പർശം കൊണ്ടും മന്ത്രജപം കൊണ്ടുമുള്ള പരിശുദ്ധി തന്നെയാണ് ആദ്യത്തേത്. തുളസീദളങ്ങൾ കിടന്ന് അതിൻ്റെ ഔഷധവീര്യം സ്വാംശീകരിച്ചതാണത്രേ മറ്റൊരു മഹാത്മ്യം. വലതു കൈയിൻ്റെ 5 വിരലുകളും മടക്കിയാൽ ഉണ്ടാകുന്ന കൈക്കുമ്പിളിലാണ് തീർത്ഥം വാങ്ങേണ്ടത്. കൈക്കുമ്പിളിൽ അങ്ങനെ തന്നെ ഉയർത്തി ഉള്ളം കൈയിൽ പ്രകടമായി ഉയർന്നു കാണുന്ന ചന്ദ്രമണ്ഡലത്തിൻ്റെയും ശുക്രമണ്ഡലത്തിൻ്റെയും ഇടയ്ക്കുള്ള ഇടുക്കിലൂടെയാണ് തീർത്ഥം സേവിക്കേണ്ടതും. നമ്മുടെ വലതു കൈയിൽ 4 തീർത്ഥങ്ങളാണ് ഉള്ളത്. കൈപ്പടത്തിൽ നിന്ന് നേരെ കീഴ്പോട്ടുള്ളത് നാം തീർത്ഥം സേവിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സ്ഥലം ബ്രഹ്മതീർത്ഥമെന്നാണ് അറിയുന്നത്. തള്ളവിരലിൻ്റെയും ചൂണ്ടാണി വിരലിൻ്റെയും ഇടയ്ക്കുള്ളത് പിതൃതീർത്ഥമെന്നും അതിന് നേരെ എതിരെ ദേവതീർത്ഥവും ബ്രഹ്മതീർത്ഥത്തിന് നേരെ കായതീർത്ഥവും. ചുണ്ടിൻ്റെ അശുദ്ധി വായ്ക്കകം എച്ചിലാണ്, തൊട്ടാൽ കൈ കഴുകണം. ചുണ്ടുകൾ സ്വതവേ എച്ചിലല്ല, എന്നാലും നാവിൻ്റെ സംസർഗം മൂലം ചുണ്ടുകളും എച്ചിലായിട്ടാണ് കരുതിപ്പോരുന്നത്. ചുണ്ടു തൊട്ടാലും കൈ കഴുകണം. തീർത്ഥം സേവിക്കുമ്പോൾ മണികണ്ഠം ചുണ്ടിൽ തട്ടാൻ ഇടവരരുത്. വായ പിളർന്നുകൊണ്ട് തന്നെ ചുണ്ടുകൾ ഉള്ളിലോക്കിട്ട് ആക്കിയിട്ട് വേണം തീർത്ഥജലം നമ്മൾ സേവിക്കുവാൻ. മേൽചുണ്ടോ കീഴ്ചുണ്ടോ തൊടാൻ ഇടവരരുത്. തൊണ്ടയിൽ തട്ടണം, അത്രമാത്രം മതി. തീർത്ഥജലം സേവിച്ചതിൻ്റെ ബാക്കി വരുന്നത് ഉള്ളം കൈയിൽ അവശേഷിക്കുന്ന ആ ഒരു അത്രയും ശിരസിൻ്റെ മുഖത്തും ദേഹത്തും ശിരസിലുമൊക്കെ തളിക്കണം. സേവിച്ച തീർത്ഥത്തിൽ നിന്ന് ഒരു തുള്ളി പോലും താഴത്ത് വീഴാതെയും മറ്റുള്ളവരുടെ ദേഹത്ത് പെടാതെയും പ്രത്യേകം മനസ്സിലിരുത്തണം. അതുകൊണ്ട് തന്നെ തല നല്ലവണ്ണം മേൽപോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം നമ്മൾ തീർത്ഥം സേവിക്കുവാനായിട്ട്. ബിംബത്തിൻ്റെ മന്ത്രപൂർവ്വം ബിംബത്തിൽ അഭിഷേകം ചെയ്ത് കിട്ടുന്ന ആ തീർത്ഥജലം ക്ലസ്റ്റേർഡ് വാട്ടറിന് തുല്യമായ പരിശുദ്ധിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് അങ്ങനെയാണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ശാസ്ത്രം തെളിയിച്ച കാര്യമാണ്. കാലത്ത് വെറും വയറ്റിൽ 1 ഗ്ലാസ് സാധാരണ ശുദ്ധജലത്തിൽ 2 തുള്ളി ക്ലസ്റ്റേർഡ് വാട്ടർ ഒഴിച്ച് കഴിക്കുന്നത് അതിന് ഉത്തമമാണെന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ ക്ലസ്റ്റേർഡ് വാട്ടറിന് വലിയ വില കൊടുക്കണം. നമുക്ക് തീർത്ഥജലം സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ തീർത്ഥം സേവിക്കുന്നത് പരമാവധി ഒഴിവാക്കാതെ അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ തീർത്ഥം സേവിക്കുകയാണെങ്കിൽ ഏറ്റവും നമുക്ക് ശരീരത്തിനും മനസ്സിനും കുളിർമയേകും ഭഗവാന്റെ അനുഗ്രഹവും ഉറപ്പായിട്ടും ലഭിക്കുന്നതായിരിക്കും.